ലതാ സജീവൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 6ാം ക്ലാസ്സിലെ തള്ളവരലില്ലാത്ത ഗ്രാമം എന്ന പാഠമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശകലനം ചെയ്തത്. അപ്പോൾ ആ ഗ്രാമത്തിൽ ഒരു ഗോവർദ്ധൻ എന്ന പേരുള്ള ഒരാൾ എത്തപ്പെടുന്ന ഒരു ഗ്രാമവും അവിടെ അദ്ദേഹം കണ്ടുമുട്ടിയ തള്ളവിരലില്ലാത്ത മനുഷ്യരെയും, അപ്പോൾ അതിൻ്റെ ഇടയിൽ അവിടേക്ക് വരുന്ന വഴിയിൽ അദ്ദേഹം എന്തുകൊണ്ടാണ് ഇവിടെ, അപ്പോൾ ഒരു ബഹളം പോലെ തോന്നിച്ചു, ഒരു ഇരമ്പലും ബഹളവും, ആളുകളുടെ ധൃതിയിൽ കടകൾ അടയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്താണെന്നറിയാൻ അദ്ദേഹം ഒരാളുടെ കയ്യിൽ പിടിക്കുമ്പോൾ ആ ആളിൻ്റെ ഇല്ല തള്ളവിരൽ, പക്ഷെ ആ ആളിന് ഈ ഗോവർദ്ധന 5 വിരലും ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അയാളും ഞെട്ടി, ഗോവർദ്ധനും ഞെട്ടി. അപ്പോൾ അയാൾ പറഞ്ഞു ഓടിക്കോ അല്ലേ. അങ്ങനെ ഗോവർദ്ധന എങ്ങനെ ഇവിടുന്ന് വരുന്നതാണ് എന്നുള്ളത് പിന്നെയാണ് പറയുന്നത്. എന്താണ്, അവസാനം അദ്ദേഹം തുറന്നു കിടന്ന ഒരു കഥക് കണ്ടു. ആ വീട്ടിലേക്ക് അവിടെ ഒരു സ്ത്രീ ആയിരുന്നു. സ്ത്രീയെ അദ്ദേഹത്തിനോട് കാര്യങ്ങൾ പറയുന്നതാണ്, സംഭവങ്ങൾ പറയുന്നതാണ്. അപ്പം അവിടെ നോക്കിയപ്പോൾ ആ സ്ത്രീക്കും ഒരു വിരലുണ്ടായിരുന്നില്ല. അപ്പം ഇതാ ആകെ എന്താ പറയുക, ഒരു വല്ലാത്ത ഇതിലാണ്. പയ്യെ ഈ ഒരു പേടിപ്പിക്കുന്ന വൈകൃതത്തിനോട് ഗോവർദ്ധന ഒത്തുതീർപ്പിലെത്തി. എന്ന് പറഞ്ഞാൽ ഇത് അദ്ദേഹത്തിനൊരു വലിയ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമല്ലാതെയായി തീർന്നു. കാര്യം അവിടെ കാണുന്ന എല്ലാ മനുഷ്യർക്കും ഒരു വിരലുണ്ടായിരുന്നില്ല, തള്ളവിരലുണ്ടായിരുന്നില്ല. നമുക്ക് നമ്മുടെ ഏത് പ്രവർത്തനങ്ങൾക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന തള്ളവിരലാണ്. അപ്പോൾ ഗോവർദ്ധൻ പറഞ്ഞു, നിരുപദ്രവികളായ ജീവികളുടെ കണ്ണു കുത്തിപ്പൊട്ടിക്കുന്ന ഒരു ഗ്രാമം, അതായത് കുട്ടികൾ, എന്നിട്ട് ആ കുട്ടികളെ ഉപദ്രവിക്കുന്ന വലിയ മുതിർന്നവരുള്ള ഒരു ഗ്രാമം, അങ്ങനെയുള്ള ഗ്രാമത്തിലാണ് നിന്നാണ് ഞാൻ വരുന്നത്. അവിടെ ഒരിക്കലും ഒരു അഭയം കിട്ടില്ല. അപ്പം അത് കേട്ടപ്പോൾ ഈ വന്ന വീട്ടിലെ സ്ത്രീ പറഞ്ഞു, ഇവിടെയും നിങ്ങൾക്കൊരിക്കലും അഭയം തരില്ല, ഇവിടെയുള്ളവർ നിങ്ങൾക്ക് അഭയം തരില്ല. ഞങ്ങളെ തന്നെ രക്ഷിക്കാൻ കഴിയാത്തവരാണ് ഞങ്ങൾ, പിന്നെ ഞങ്ങൾ എങ്ങനെ നിങ്ങളെ കൂടി രക്ഷിക്കും? അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ ആ സ്ത്രീയെ ഗോവർദ്ധന് ഭക്ഷണം കൊടുത്തു, ചപ്പാത്തി കൊടുത്തു. ഗോവർദ്ധനും കൂടെ ഉണ്ടായിരുന്ന പൂച്ചയും അത് കഴിക്കുന്നു. അപ്പോൾ ഗോവർദ്ധൻ പറയുകയാണ്, എനിക്കൊരു ജ്യേഷ്ഠനുണ്ടായിരുന്നു പണ്ട്, അയാളുടെ 2 കൈകളിലും 6 വിരലുകൾ വീതം ഉണ്ടായിരുന്നു. അയാൾ ചെയ്യുന്ന ഒരു കൃത്യത്തിലും പങ്കുചേരാത്ത വിരലുകൾ, ഒരു വിരൽ എക്സ്ട്രാ. ആ വിരലുകളിൽ തട്ടിയാണ് ഞാൻ അയാളുടെ പിന്നാലെ നടക്കാറ്. ഇവിടെയാകട്ടെ എല്ലാവർക്കും 4 വിരലേ ഉള്ളൂ, 5 വിരൽ ആർക്കും ഇല്ല. അപ്പം ആ സ്ത്രീ പറഞ്ഞു, ഞങ്ങളും 5 വിരലോട് കൂടി തന്നെയാണ് ജനിച്ചത്. ഒരു വിരൽ ഞങ്ങൾ നിർബന്ധപൂർവ്വം മുറിച്ച് കളഞ്ഞതാണ്. അവരാ കഥ പറയുകയാണ്. ജാതിയിൽ ഞങ്ങൾ ആ ഗ്രാമത്തിലുള്ളവർ നെയ്ത്തായിരുന്നു അവരുടെ ജോലി, നെയ്ത്തുകാരായിരുന്നു. കമ്പനി ഓഫീസർമാരും ഗുവസ്തന്മാരും വന്ന് ഇടയ്ക്കിടെ ഞങ്ങളുടെ ഗ്രാമത്തിൽ, കമ്പനി ഓഫീസർ എന്ന് പറഞ്ഞാൽ കമ്പനി പട്ടാളം, അന്ന് സ്വതന്ത്ര ഇന്ത്യ ആകുന്നതിന് മുമ്പുള്ള സംഭവമാണ്. അന്ന് കമ്പനി പട്ടാളങ്ങൾ വരും, ഇവിടെ തമ്പടിച്ച് അവർ കച്ചേരി വിളിച്ചു കൂട്ടും, അതായത് മീറ്റിംഗ് വിളിച്ചു കൂട്ടും. ഞങ്ങൾ നെയ്ത്തുകാരെ കൊണ്ട് അവർ നിശ്ചയിച്ച വിലയ്ക്ക്, അവർ പറയുന്ന നിലയ്ക്ക് ഞങ്ങൾ പട്ട് നെയ്തു കൊടുക്കണം. ആ കരാർ ഞങ്ങളെ കൊണ്ട് ഒപ്പിടിപ്പിക്കും നിർബന്ധിച്ച്. എന്നിട്ട് കരാർ അനുസരിച്ച് നെയ്തു കൊടുത്തില്ലെങ്കിൽ മുക്കാലിയിൽ കെട്ടി ചാകും വരെ അടിക്കും. അതായിരുന്നു അന്നത്തെ ഒരു രീതി. മനസ്സിലായപ്പോൾ എന്താണ് ആ 5 വിരൽ കൊണ്ട് മാത്രം ജനിച്ച ആളുകൾക്ക് ഇപ്പം 4 വിരൽ മാത്രമായി തീരുന്നെന്നുള്ള കഥയാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അവർ പറയുന്ന രീതിക്ക് ചെയ്തില്ലെങ്കിൽ മുക്കാലിൽ കെട്ടിയാടി അത് മരിക്കും വരെ അടിക്കും, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ നെയ്തിട്ടല്ലേ അവർക്ക് ഈ ജോലി, ഈ ഒരു എന്താ പറയുക, ക്രൂരത ചെയ്യുന്നത്. അങ്ങനെയായാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനായി ഞങ്ങൾ തള്ളവിരൽ മുറിച്ച് നദിയിലെറിഞ്ഞു. ഈ തള്ളവിരലാണ് നെയ്ത്തിന് ഏറ്റവും അധികം ആവശ്യമായി വന്നു. അപ്പോൾ തള്ളവിരലില്ലാത്തവർക്ക് നെയ്താൻ പറ്റും. അങ്ങനെ നെയ്തിട്ട് ഇവരെങ്ങനെ വെറുതെ കളിപ്പിച്ച് കൊണ്ടുപോകണ്ട എന്നുള്ള രീതിയിൽ എല്ലാവരും തള്ളവിരൽ മുറിച്ച് നദിയിലെറിഞ്ഞു. പിന്നീട് അതൊരു എന്തായി മാറി, ഒരു ആചാരം പോലെയായി. നെയ്ത്ത് എല്ലാവരും ഉപേക്ഷിച്ചു. കുട്ടികളുടെ വിരൽ മുറിച്ച് ഗംഗാജിക്ക്, അതായത് ഗംഗാനദിയിൽ എറിഞ്ഞു കൊടുക്കും. ഗംഗാജി എന്ന് പറയുന്നത് ഗംഗാനദിയെ ഈശ്വരന് തുല്യമായിട്ട് കണക്കാക്കുന്നതുകൊണ്ടാണ്. അത് പിന്നെ ഒരു ആചാരമായി മാറി. പക്ഷേ ഞങ്ങൾ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ അരിയും ചണവും മീനും പക്ഷേ മുക്കാലിൽ ഞങ്ങളെ വിട്ടില്ല. എന്നിട്ടും ഞങ്ങളെ മുക്കാലിൽ കെട്ടി അടിച്ച് മരിക്കും വരെ അടിക്കുകയാണ്. നെയ്ത്ത് ഉപേക്ഷിച്ച് ഞങ്ങൾ വീണ്ടും കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ കൃഷി ചെയ്യാനും മീൻ പിടിക്കാനും ഞങ്ങൾ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ അരിയും ചണവും മീനും വാങ്ങുവാൻ കമ്പനിക്കാർ വീണ്ടും വന്നു. അവർ കൊണ്ടുവന്ന ഉപ്പും പുകയിലയും കറുപ്പും ഞങ്ങൾ വാങ്ങണം അവർ പറയുന്ന വിലയ്ക്ക്. ഞങ്ങൾക്കും അവർ പറയുന്ന വിലയെ ഞങ്ങളുടെ സാധനങ്ങൾക്ക് തരുമായിരുന്നുള്ളൂ. വാങ്ങുന്ന സാധനങ്ങൾക്കും വിൽക്കുന്ന സാധനങ്ങൾക്കും അവർ തന്നെ വില നിശ്ചയിക്കും. സമ്മതിച്ചില്ലെങ്കിൽ എന്താണ്, മുക്കാലിൽ കെട്ടാതെ അന്നും ഇന്നും അങ്ങനെ തന്നെ മുക്കാലിൽ കെട്ടിയിട്ടുള്ള അടിയാണ്, മരിക്കും വരെയുള്ള അടിയാണ് ഇവർ ചെയ്യുന്നത്. അങ്ങനെയുള്ള ദ്രോഹം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമമാണ് അത്. ആ ഗ്രാമത്തിലേക്ക് വന്നാൽ 5 വരെയുള്ള ഗോവർദ്ധനെ ആരാ രക്ഷപ്പെടുത്തുക? ക്രൂരതയിൽ പൊറുതിമുട്ടി ജീവിക്കുന്ന ഒരു ഗ്രാമമായിരുന്നു അത്. അപ്പോൾ
ഞാൻ വരും വഴിക്ക് ഒരാളെ കണ്ടു. ചതഞ്ഞ മാംസം പോലെ അയാൾ വഴിയിൽ വീണു മരിച്ചു. അപ്പം മുക്കാലിയിൽ കെട്ടി ഒരുപാട് അടി കിട്ടിയ ഒരാളെ ചതഞ്ഞിരിക്കുന്നു. അടി കൊണ്ട് ചതഞ്ഞ അയാൾ വഴിയിൽ വീണ് മരിക്കുന്നു. ഇത് ഗോവർദ്ധൻ പറഞ്ഞു. അപ്പോൾ സ്ത്രീ കുറച്ചു നേരം അത് കേട്ട് മിണ്ടായിരുന്നു. പിന്നീട് പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞു. അകലെ ഇരുന്ന ചപ്പാത്തി തിന്നുകയായിരുന്ന 2 കുട്ടികളും ചപ്പാത്തി നിലത്തിട്ട് ഓടി വന്ന് അവരെ കെട്ടിപ്പിടിച്ചു. ഇത് കേട്ട, അതായത് ഗോവർദ്ധൻ്റെ ഈ സംഭാഷണം കേട്ട കുട്ടികൾ, അല്ല, ഈ സ്ത്രീയെ പൊട്ടിക്കരിയും. അത് കേട്ട് ദൂരെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ഓടി വന്ന് ഇവരെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരിയുകയും ചെയ്തു. അപ്പോൾ എന്താണ് അതിന് കാരണം? അദ്ദേഹം വഴിയിൽ കണ്ട ആ ചതഞ്ഞ ശരീരം ഇവരുടെ ഭർത്താവായിരിക്കാം. ആ സത്യങ്ങളിലേക്ക് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ.